ഫെബ്രുവരി 17, 2019 രാത്രി 7:45 പെരുങ്കളിയാട്ട ദിനങ്ങൾ കാത്തിരുന്ന പെരിയയ്ക്ക് ആ രാത്രി മറക്കാനാവില്ല. കേരളം കണ്ട അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം. ആ അരുംകൊല ഇന്നും പെരിയയുടെ മനസ്സിലെ മായ്ക്കാനാകാത്ത മുറിവാണ്. ഒരു വിങ്ങലോടെ അല്ലാതെ കേരളത്തിന് ഓർക്കാൻ കഴിയാത്ത രണ്ട് മുഖങ്ങൾ, കല്യോട്ടെ കൃപേഷും ശരത് ലാലും. ഒരു നാടിനാകെ പ്രിയപ്പെട്ടവരായിരുന്ന ഇവരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുതള്ളിയവർ. 5 വർഷത്തിനിപ്പുറമാണ് ഇവർക്ക് ശിക്ഷാവിധി. 2019 ഫെബ്രുവരി 17 പെരുങ്കുളിയാട്ടത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് ശേഷം ശരത് ലാലും കൃപേഷും പുറപ്പെടുന്നു. കല്യോട് സ്കൂൾ എച്ചിലടക്കം റോഡിൽ ഇവരുടെ മുന്നിലേക്ക് 8-അംഗ സംഘം ചാടി വീണു. ശരത് ലാലിന്റെ ശരീരമാസകലം വെട്ടി, കൃപേഷിന്റെ തലയ്ക്ക് വെട്ടേറ്റു. ഇരുവരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. പിന്നീട് ഇങ്ങോട്ട് മുൻപ് കണ്ടിട്ടില്ലാത്ത അന്വേഷണവും നിയമപോരാട്ടവുമാണ് കേരളം കണ്ടത്. ഫെബ്രുവരി 18 CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനും CJ സജീവ് അറസ്റ്റിൽ. ഫെബ്രുവരി 21 അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. മാർച്ച് 2 പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ CPM പ്രമുഖരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന ഭയപ്പാടിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൽ അഴിച്ചുപണി. നീതി നിർവഹിക്കേണ്ടവർ കൊന്നുതള്ളിയവർക്കൊപ്പമെന്ന സംശയം ബലപ്പെട്ടതോടെ ഏപ്രിൽ 1 അഭയം തേടി മാതാപിതാക്കൾ മേൽക്കോടതിയിലേക്ക്. ഇതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് മുൻപില്ലാത്ത വേഗത. മെയ് 14 CPM നേതാക്കളായ K. മണികണ്ഠൻ, N. ബാലകൃഷ്ണൻ എന്നിവർ അറസ്റ്റിൽ. മെയ് 20 ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ ആകെ 14 പ്രതികൾ, മുഴുവൻ പേരും CPMുമായി അടുത്ത ബന്ധമുള്ളവർ. സെപ്റ്റംബർ 30 അന്വേഷണം CBIക്ക് വിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. സർക്കാരിന് വൻ തിരിച്ചടി. പ്രതികൾക്കായി നിയമവഴിയിലൂടെ സർക്കാർ ഒക്ടോബർ 29 ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. എന്നാൽ 2020 ഓഗസ്റ്റ് 25 ഡിവിഷൻ ബെഞ്ചും അപ്പീൽ തള്ളി. ഇതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടി. CBI പേടിയിൽ എന്നിട്ടും പിന്മാറാതെ സെപ്റ്റംബർ 12 പരമോന്നത കോടതിയിലേക്ക് സർക്കാർ. ഡിസംബർ 1 CBI അന്വേഷണത്തിനെതിരെ സർക്കാർ അപ്പീൽ തള്ളുന്നു. 2021 ഡിസംബർ 3 CBI കുറ്റപത്രം നൽകി. ആകെ 24 പ്രതികൾ. 2023 ഫെബ്രുവരി 2 വിചാരണ തുടങ്ങി. 2024 ഡിസംബർ 28 14 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ആദ്യം പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചിറക്കൊണ്ടുപോയ പാർട്ടി നേതാക്കൾ പലരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഫോറൻസിക് പരിശോധനകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. CBI അന്വേഷണം ഒഴിവാക്കാൻ 1,14 ലക്ഷം പൊതുപണം ചിലവാക്കി. ഒപ്പം നിൽക്കേണ്ട സർക്കാർ എതിർപക്ഷം ചേർന്നപ്പോഴും തളരാതെ നിന്ന് പോരാടി ഈ കുടുംബങ്ങൾ. ഇവർ തരണം ചെയ്തത് മക്കൾ നഷ്ടമായ വേദനയ്ക്കൊപ്പം ഒളിഞ്ഞും തെളിഞ്ഞുമില്ലാത്ത സമാനതകളില്ലാത്ത പ്രഹരങ്ങൾ. ഒരു ശിക്ഷയും ഇതിന് പരിഹാരമാകില്ല. ന്യൂസ് ഡെസ്ക്, News 18. അങ്ങനെ 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇന്ന് ശിക്ഷാവിധി വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അതിലേക്ക് നമുക്ക് മറ്റു വാർത്തകൾ